Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Ajnanatimrandasya Jnananjanashalakaya Chakshurunmilitam Yena Tasmai Shri Guruve Namaha. Shri Chaitanya Manobishtam Sthapitam Yena Bhutale Swayam Rupa Kada Mahyam Dadati Sapadantikam Vandeham Shri Gurum Shri Udapatakamalam Shri Gurum Vaishnavamscha Shri Rupam Sagrajatam Sagana Raghunatham Tam Sajivam Sadvaitam Savadutam Parijana Saitam Krishna Chaitanya Devam Radha Krishna Padan Sagana Lalita Vishakhamidam Sya Ye Krishna Karuna Sindhu Dinabandho Jagatpade Gopesha Gopika Kanda Radha Kanda Namotsude Tapta Kanchana Gaurangi Radhe Vrindavaneshwari Rishabhanu Sude Devi Pranamami Hari Priye Vancha Kalpatarupesha Kripa Sindhu Bevacha Patidanam Pavanebhyo Vaishnavebhyo Namo Namaha Nama Om Vishnupadaya Krishna Prishtaya Bhutale Srimade Bhakti Vedanta Swamini Dinamine Namaste Saraswati Deve Gauravani Pracharine Nirvishesha Shunyavadi Vasyatya Deshatarine Jaya Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shiva Sadi Gaura Bhakta Vranda Hare Krishna 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 Hare 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 Rama 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 Hare Hare Guruve Gaurachandraya Radhikaya Tadale Krishnaya Krishna Bhaktaya Tad Bhaktaya Namo Namo Harivam Tat Sat Hare Krishna. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ദാമോദര മന്ത്. ഇന്ന് ദാമോദര മാസം തുടങ്ങിയിരിക്കുന്ന ദിവസമാണ്. എല്ലാവരും ആരത്തിയൊക്കെ തുടങ്ങിയില്ലേ? ദാമോദര ആരത്തിയൊക്കെ ഹരിബോൾ. അപ്പൊ നമ്മളിന്ന് എടുക്കുന്നത് മുകുന്ദമാല 20ാമത്തെ ശ്ലോകം അല്ലേ? 20ാമത്തെ ശ്ലോകം. जुवे कीर्तय केशवं मुररिपुं चेतो भज श्रीधरं पाणिद्वन्द्वसमार्चयाच्युत कथा श्रोत्रद्वयत्वं शृणु कृष्णं लोकय लोचनद्वय हरे गच्छाङ्घ्रियुग्मालयं जिघ्रघ्राणमुकुन्दपादतुलसीं मूर्धन्नामोदोक्षजम्. ആരെങ്കിലും റിസൈറ്റ് ചെയ്യും? ഹരേ കൃഷ്ണ. കൃഷ്ണ. ജിഹ്വേ കീർത്തയ കേശവം മുരിരിപും ചേതോ ഭജ ശ്രീധരം പാണിദ്വന്ദ്വസമർച്ചയാച്യുത കഥാ ശ്രോതദ്വയത്വം ശൃണു കൃഷ്ണം ലോകയ ലോചനദ്വയ ഹരേർ ഗച്ഛാഗ്രിയുഗ്മാലയം ജിഗ്രഘ്രാണമുകുന്ദ പാദതുളസിം മൂർധന്നമാദോക്ഷജം. ഹരേ കൃഷ്ണ. ഹരി ബോൾ. Hare Krishna. Hare Krishna, Hare Krishna, Mataji, Hare Krishna. Okay. In the translation, O tongue, praise the glories of Lord Keshava. O mind, worship the enemy of Mura. O hands, serve the Lord of Sri. O ears, hear the topics of Lord Achyuta. O eyes, gaze upon Sri Krishna. O feet, go to the temple of Lord Hari. O nose, smell the tulasi buds on Lord Mukunda's feet. O head, bow down to Lord Adokshaja. കുലശേഖര ആൾവാർ അംബരീഷ മഹാരാജ് പറയുന്ന പോലെ തന്നെ എല്ലാ ഇന്ദ്രിയങ്ങളെയും എന്തിന് ഭഗവാന്റെ സേവനത്തിൽ അനുഷ്ഠിക്കാനാണ് പറയുന്നത്. അംബരീഷ് മഹാരാജും അതന്നെ പറയുന്നത് അല്ലേ? അപ്പോ കുലശേഖര ആൾവാർ തൻ്റെ നാവിനോട് ജിഹ്വ പറയാണ്, പ്രേസ് ദ ഗ്ലോറീസ് ഓഫ് ലോർഡ് കേശവ. കേശവനെ സ്തുതിക്കാൻ വേണ്ടി പറയാണ്. സാധാരണ നമ്മളുടെ നാവിനെ ഭൗതിക തലത്തില് എങ്ങനെയാണ് ഉപയോഗിക്കുക? പ്രജൽപ്പ, ഗ്രാമ്യകഥ അല്ലെ? പ്രജൽപ്പ, ഗോസിപ്പ്, അതാണ് നമ്മുടെ കൂടുതൽ ഗ്രാമ്യകഥകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാവിനെ യൂസ് ചെയ്യും. അപ്പൊ അതെന്താണ്? അതുകൊണ്ട് നമുക്ക് വല്ല മെച്ചമുണ്ടോ? നമ്മുടെ നാമം ഉപയോഗിക്കണം അത്യാവശ്യത്തിന്. പക്ഷേ ഗ്രാമ്യകഥകളും പ്രജൽപ്പൊക്കെ ചെയ്യുമ്പോൾ എന്താണ്? ഗോസിപ്പ് ചെയ്യുമ്പോൾ
അത് ദുഷിക്കുകയാണ്, നമ്മുടെ നാവിനെ ദുഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഭഗവാന്റെ സ്തുതിക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് പറഞ്ഞത്. ഭഗവാന്റെ പ്രസാദം ഓണർ ചെയ്യണം, ഭഗവാനെ സ്തുതിക്കണം, ഇതിനാണ് നാവ്. അപ്പോ നാവ് വൺ ഓഫ് ദ മോസ്റ്റ് ഒറേഷ്യസ് സെൻസസ് ആണ്. വളരെ അത്രയും അതിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞ് അതിനെ കൺട്രോൾ ചെയ്താൽ ബാക്കിയെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷന്റെ രൂപ ഗോസ്വാമി പറയുന്നത് വാച്ചോ വേഗം. ആദ്യം തന്നെ എന്താ പറയണ? വാച്ചോ വേഗം. നമ്മുടെ അർസ് ടു സ്പീക്ക്, അതിനെ കൺട്രോൾ ചെയ്യണം. അതിനെ കൺട്രോൾ ചെയ്താൽ ബാക്കിയെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവിടെയും കുലശേഖർ ആൾവാർ പറയുന്ന ആദ്യം നാവിനെ പറയുന്നു. നാവിനെ കൺട്രോൾ ചെയ്യാം. എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഭഗവാനെ സ്തുതിച്ചിട്ട്. അപ്പോൾ നാവിനെ കൺട്രോൾ ചെയ്താൽ അത് രണ്ടെണ്ണം: ഒന്ന് ഭഗവാന്റെ സ്തുതി ചെയ്യാം, പ്രസാദം കഴിക്കുക. ഇത് രണ്ടും നമ്മൾ നിത്യേന ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വാച്ചോ വേഗം, മനസാ ക്രോധവേഗം, ജിഹ്വാവേഗം, ഉദരോപസ്ഥവേഗം, ഏതാൻ വേഗാന്യോ വിഷേധീരാത് സർവം അഭിമാം പ്രീത്യം ച ശിഷ്യാത്. രൂപഗോസ്വാമി നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷന് പറയുന്നത്. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നമ്മൾ കൺട്രോൾ ചെയ്താൽ നമ്മൾ ശുദ്ധഭക്തനായി മാറും. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ലോകമൊട്ടുക്കെ ആരുണ്ടായിരിക്കും? ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും, ഡിസൈപ്പിൾസ് ഉണ്ടായിരിക്കും, ശിഷ്യന്മാരുണ്ടായിരിക്കും. അവരെ, അങ്ങനത്തെ ആൾക്കാർക്ക് മറ്റുള്ളവരെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊരു വ്യക്തിക്കാണ് തൻ്റെ ഇന്ദ്രിയങ്ങളെ തൻ്റെ അധീനത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ആ വ്യക്തിക്ക് മറ്റുള്ളവരെ പരിവർത്തനം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് പരിവർത്തനം ചെയ്യാൻ പറ്റില്ല. വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കാം എന്നല്ലാണ്ട് ട്രാൻസ്ഫോർമേഷൻ നടക്കില്ല. ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ആചരിച്ചാൽ മാത്രമേ അത് എഫക്റ്റീവ്ലി പ്രചരിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മുടെ ടങ്കിനോടാണ്, നമ്മുടെ നാവിനോടാണ്, ജിഹ്വ, ആ ഒരു ഇന്ദ്രിയത്തിനോടാണ് കുലശേഖർ ആൾവാർ പറയുന്നത് സ്തുതിക്കാൻ. ഭഗവാനെ സ്തുതിക്കുമ്പോൾ എന്ത് പറ്റും? ഭഗവാന്റെ കൃപാകടാക്ഷം, അനുഗ്രഹം നമുക്ക് കിട്ടും. ഭഗവാന്റെ അനുഗ്രഹം കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആത്മീയ തലത്തിലേക്ക് ഉയർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ ഓ ടങ്, പ്രൈസ് ദ ഗ്ലോറീസ് ഓഫ് ലോർഡ് കേശവ. ഓ മൈൻഡ്, വേർഷിപ്പ് ദ എനിമി ഓഫ് മുര. ആരാണ് എനിമി ഓഫ് മുര? മുരാരി, അല്ലേ? മുരാരി ആരാണ്? മുരാരി ലോർഡ് കൃഷ്ണ. ഭഗവത്ഗീത കിഞ്ചിതീത ഗംഗാജലവ കണികാപീത സകൃത ഏവ സമർച്ച മുരാരി ക്രിയതേ തസ്യന യമേന ചർച്ച എന്ന് പറഞ്ഞിരിക്കുന്നു. മുരാരിയെ അർച്ചന ചെയ്യാൻ, മുരാരിയെ ഉപാസിക്കാൻ. ഭഗവത്ഗീത ഡെയിലി ഒരു ശ്ലോകങ്ങൾ വായിക്കുക. ഗംഗാജല ലവ കണികാപീത, ഒരു തുള്ളി ഗംഗാജലങ്ങളും സേവിക്കുക. ഓക്കെ. പിന്നെ സമർച്ച മുരാരിയെ നമ്മൾ ഉപാസിക്കുക, വർഷിപ്പ് ചെയ്യുക. എന്താണ് സംഭവിക്കുക? ഗീതമഹാത്മ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത് ദിവസേന നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ക്രിയതേ തസ്യന യമേന ചർച്ച. യമരാജാവിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ യമലോകത്തിലേക്ക് പോവില്ല, നരകത്തിലേക്ക് പോകേണ്ടി വരില്ല. അറ്റ്ലീസ്റ്റ് നമുക്കൊരു വേറൊരു മനുഷ്യജന്മം കിട്ടും. യമലോകത്തിലെ ഉപാധി തന്നെ ബൈപ്പാസ് ചെയ്യാം, നമുക്ക് ബൈപ്പാസ് ചെയ്യാം. അപ്പോൾ ഇത് മൂന്നും നമ്മൾ ശരിക്കും ചെയ്താൽ നമുക്ക് ഈ ദേഹം വെടിഞ്ഞ്, ഈ ഭൗതിക ശരീരം വെടിഞ്ഞ് ഒരു ആധ്യാത്മിക ശരീരം, സച്ചിദാനന്ദമായിട്ടുള്ള ശരീരം നമുക്ക് കിട്ടും. ഭഗവത്ധാമിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വർഷിപ്പ് ചെയ്യണം. ആരെ? മുരാരി. ഓ ഹാൻഡ്സ്, സെർവ് ദ ലോർഡ് ഓഫ് ശ്രീഹരി. കൈകള് നമുക്ക് ഭഗവാനെ ഒരുപാട് വിധത്തിൽ, പല വിധത്തിലും ഭഗവാനെ സേവിക്കാൻ പറ്റും. ഭഗവാന്റെ ശൃംഗാരം ചെയ്യാൻ പറ്റും, അഭിഷേകം ചെയ്യാൻ പറ്റും, ഭഗവാന്റെ ടെമ്പിളെല്ലാം വൃത്തിയാക്കാൻ പറ്റും, അല്ലെ? ഭഗവാന് വേണ്ടി കീർത്തനം ചെയ്യുമ്പോൾ കർത്താള്, മൃദംഗം, ഇതൊക്കെ പ്ലേ ചെയ്യാൻ പറ്റും, ഭോഗ ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് സേവനങ്ങൾ നമുക്ക് നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കൈകളെ ഭഗവാന്റെ സേവനത്തിൽ അനുഷ്ഠിക്കുക. ഓ യെസ്, ഹിയർ ദ ടോപ്പിക്സ് ഓഫ് ലോർഡ് അച്യുത. അപ്പോൾ ഗ്രാമ്യ കഥ കേൾക്കുന്നതിന് പകരം നമ്മൾ ഭഗവാന്റെ സ്തുതി കേൾക്കണം, അല്ലെ?
ഭഗവാന്റെ ലീലകൾ കേൾക്കണം, ഭഗവാന്റെ കഥകൾ കേൾക്കണം. പുരാണങ്ങളിലെ ഒരിതുണ്ട്, ഓക്കെ, തദ്ദിനം ദുർദിനം മന്യേ മേഘാചാനം ന ദുർദിനം യദ്ദിനം കൃഷ്ണസല്ലാപം കഥാപീയൂഷവർജനം. ഓക്കെ, പറയുന്നത് തദ്ദിനം ദുർദിനം മന്യേ, ആ ദിവസം ദുർദിനമാണ്, ഒരു ചീത്ത ദിവസമാണ് എന്ന്. മേഘങ്ങളെ കൊണ്ട്, കാർമേഘങ്ങളെ കൊണ്ട് നിറഞ്ഞ ദിവസം, അന്ന് ഭയങ്കരമായിട്ടുള്ള മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അപ്പൊ നമ്മളെന്ത് വിചാരിക്കും, ആ ഇന്നൊരു വളരെ ചീത്ത ദിവസം, കാരണം ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ പോകുന്നു, നമ്മുടെ ഒരു കാര്യം നടക്കില്ല, പുറത്തു പോകാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇന്നൊരു ചീത്ത ദിവസം നമ്മൾ സാധാരണ അങ്ങനെ പറയാറില്ലേ. ഗംഭീരമായിട്ട് മഴ വരാൻ പോകുമ്പോൾ എനിക്ക് അവിടെ പുറത്തു പോയിട്ട് പല കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു, ഇതൊന്നും നടക്കില്ല, ഇന്ന് എന്തൊരു ദുഷിച്ച ദിവസമാണെന്ന് പറയുന്നു. പക്ഷേ നാരദ മഹർഷി പറയുന്നത് തദ്ദിനം ദുർദിനം മന്യേ മേഘാചാനം ന ദുർദിനം, ആ ദിവസമല്ല ദുർദിനം, യദ്ദിനം കൃഷ്ണസല്ലാപം കഥാപീയൂഷവർജനം. ഏത് ദിവസമാണ് കൃഷ്ണനെ പറ്റിയിട്ട്, ഭഗവാന്റെ ലീലകളെ പറ്റി പറയാതിരിക്കുന്നത്, ആ ദിവസമാണ് ദുർദിനം എന്നാണ് പറയുന്നത്. കാരണം ഗംഭീരമായിട്ടുള്ള മഴ വരാൻ പോകുന്നു, അതുകൊണ്ട് അത് ദുർദിനമല്ല, അതൊക്കെ നമുക്ക് സഹിക്കാം. പക്ഷെ എന്നാണോ നമ്മൾ ഭഗവാനെ സ്മരിക്കാത്ത, ഭഗവാന്റെ ലീലകൾ സ്മരിക്കാത്ത, ഭഗവാന്റെ കീർത്തനം ചെയ്യാത്ത, ഭഗവാന്റെ കഥ പറയാത്തത്, ആ ദിവസമാണ് ഏറ്റവും വലിയ ദുർദിനം, കഥാപീയൂഷവർജിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഭഗവാന്റെ കഥകൾ, ഭഗവാന്റെ കീർത്തനങ്ങൾ സ്തുതിക്കണം, ഭഗവാന്റെ കാര്യങ്ങളിൽ ഇടപെട്ട് ജീവിക്കണം. അതാണ് പറയുന്നത്, ഓ യെസ് ഹിയർ ദ ടോപ്പിക്സ് ഓഫ് ലോർഡ് അച്യുത. അച്യുത എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ചുതിയില്ലാത്ത, യെസ്, ഇൻഫാലിബിൾ, റെസ്റ്റ് വരാത്തത്, സ്റ്റെയിൻലെസ് എന്ന് പറയുന്നില്ലേ, അച്യുത. സോ ഓ നാശമില്ലാത്തതെന്നല്ലേ പ്രഭു അർത്ഥം? ചുതിയില്ലാത്ത, അതെ അതെ, നാശമില്ലാത്ത, സ്റ്റെയിൻലെസ് എന്നൊക്കെ പറയും. ഓക്കെ, ഓ ഐസ് ഗേസ് അപ്പോൺ ശ്രീകൃഷ്ണ. നമ്മള് കണ്ണുകളിൽ കൂടെ ആ മാധുര്യം കവർന്നെടുക്കണം അല്ലെ, ഭഗവാന്റെ ആ ത്രിഭംഗ ലളിതമായിട്ടുള്ള ആ രൂപം കൊണ്ട് ആസ്വദിക്കണം. അതാണ് ഓ ഐസ് ഗേസ് അപ്പോൺ ശ്രീകൃഷ്ണ, ഓ ഫീറ്റ് ഗോ ടു ദ ടെമ്പിൾ ഓഫ് ലോർഡ് ഹരി. നമ്മുടെ കാലുകളെ ഭഗവാന്റെ അമ്പലത്തിലേക്ക്, ഭഗവാന്റെ അമ്പലത്തിലേക്ക് പോകണം, ഭഗവാന്റെ ഭക്തന്മാരെ കാണാൻ വേണ്ടി പോകണം, ഭഗവാന്റെ ധാമിലേക്ക് പോകണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കാലുകൾ ഉപയോഗിക്കണം. ഓ നോസ് സ്മെൽ തുളസി ബഡ്സ് ഓൺ ലോർഡ് മുകുന്ദാസ് ഫീറ്റ്. അപ്പോൾ ഭഗവാന്റെ പാദങ്ങൾ അർപ്പിച്ചിട്ടുള്ള തുളസി, ആ ഫ്രേഗ്രൻസ്, അതിനെ നമ്മൾ വാസിക്കണം. ആ തുളസിയുടെ മഹാത്മ്യം നമുക്കറിയാം. സനത് കുമാരന്മാര് വൈകുണ്ഠത്തിൽ പോയപ്പോ എന്താണ് ഫ്രാഗ്രൻസ് അവർക്ക് കിട്ടിയത്? ഭഗവാന്റെ പാദത്തിലുള്ള തുളസി ദളങ്ങളുണ്ട് അല്ലെ. അപ്പൊ തന്നെ അവരുടെ ട്രാൻസ്ഫോർമേഷൻ നടന്നു. അതായത് ബ്രഹ്മവാദികളായിരുന്നു അവര്, സനത് കുമാരൻ, അവര് ഡിവോട്ടിയായി മാറി. സുഖദേവ് ഗോസ്വാമി ബ്രഹ്മവാദിയായിരുന്നു, ഡിവോട്ടിയായി മാറി. 2 ശ്ലോകം, വ്യാസദേവന്റെ 2 ശ്ലോകം കേട്ടുള്ളൂ. ഹരകൃഷ്ണ പ്രഭുജി, ഗോസ്വാമി രാധാറാണിയുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു പാരറ്റ് ആണെന്നല്ലേ പറയുന്നത്? അപ്പൊ എങ്ങനെയാ ഭഗവാൻ എന്നുള്ളൊരു ഇതിലേക്ക് പോയത്? ആ ലീലയില് നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് മായാവാദ ബ്രഹ്മവാദ ഫിലോസഫി. എനിക്ക് ബ്രഹ്മവാദിയായിരുന്നു. പക്ഷെ 2 ശ്ലോകം വ്യാസദേവൻ കമ്പൈൽ ചെയ്ത 2 ശ്ലോകങ്ങള് തൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കേട്ടു. അത് വ്യാസദേവന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കേട്ടപ്പോൾ തന്നെ ഇതാരാണ് രചിച്ചിരിക്കുന്നത്, ഓ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലോ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് കേൾക്കണം എന്ന്. എന്നിട്ടാണ് അച്ഛൻ്റെ അടുത്ത് വീണ്ടും തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് തുളസി, ആ അതിൻ്റെ പ്രാധാന്യം. തുളസി എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വലം വെച്ചാൽ മതി. എന്താണ്? യാനി കാനിച്ച പാപ്പാനി ബ്രഹ്മഹത്യച്ച കാനിച്ച, അല്ലെ? ബ്രഹ്മഹത്യം കൂടി നശിക്കപ്പെടുന്നവരാണ്. അത്ര പവർഫുൾ ആണ് തുളസി. ഭക്തി തുളസി മഹാറാണി ആണ് നമുക്ക് ഭക്തി പ്രദാനം ചെയ്യുന്നത്. അതിനെ തൊടുക, അതിനെ പൂജിക്കുക, അതിനെ വലം വയ്ക്കുക, അതിനെ വെള്ളമൊഴിക്കുക, അതിനെ നോക്കി വളർത്തുക, അതിൻ്റെ കണ്ണിമാല ഇടുക. ഓക്കെ, പിന്നെ ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചിരിക്കുന്ന അത് സ്മെല്ല് ചെയ്യുക. ഇതൊക്കെ വളരെ വളരെ മഹത്വമുള്ളതാണ്, ശ്രേഷ്ഠമുള്ളതാണ്. അതാണ് തുളസി ബഡ്സ്. നോ സ്മെൽ ദ തുളസി ബഡ്സ് ഓൺ
Lord Mukunda's feet. O head, bow down to Lord Adokshaja. തല ആരുടെ മുന്നിൽ കുനിക്കണം? അധോക്ഷജ. എന്താണ് അധോക്ഷജ എന്നുള്ള അർത്ഥം? അധോക്ഷജൻ ആരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? കൃഷ്ണനെ. ഭഗവാന് അധോക്ഷജ എന്നുള്ള പേരിന്റെ ആ ഒരു പ്രാധാന്യം എന്താണ്? എന്തുകൊണ്ടാണ് അധോക്ഷജ എന്നുള്ള പേര് വന്നത്? പ്യുവർ സാത്വിക് മോഡ് ആയതുകൊണ്ടാണോ? എന്താ പറഞ്ഞത്? പ്യുവർ സാത്വിക് മോഡ് ആയതുകൊണ്ടാണോ അധോക്ഷജൻ എന്ന് പറയുന്നത്? അല്ല അല്ല മാതാജി. സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തി രഥോക്ഷജേ. യോ ഭക്തി രഥോക്ഷജ. ഓക്കെ, ബിയോണ്ട് സെൻസ് പെർസെപ്ഷൻ. ഓക്കെ, നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അപ്പുറത്തുള്ളതാണ് ഭഗവാൻ. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ എന്ന 3 ഗുണങ്ങളിലും അധീനത്തിലിരിക്കുന്നു അല്ലെ. അപ്പൊ ആ ഇന്ദ്രിയം കൊണ്ട് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. അധോക്ഷജൻ, ബിയോണ്ട് സെൻസ് പെർസെപ്ഷൻ. ആചാര്യന്മാര് വേറെയും അർത്ഥം പറയുന്നത്, ആ നമ്മുടെ ആൽഫബറ്റ്സ് ആദ്യത്തെ ലെറ്റർ എന്താ? ആ, അവസാനത്തെ ക്ഷ അല്ലേ? ഓക്കെ, ആ ധോക്ഷജ. ഈ ആ ക്ഷ എന്നുള്ള ആ മുതൽക്ക് ക്ഷ വരെയുള്ള ഏത് ആൽഫബറ്റും ഏതൊരു അക്ഷരം കൊണ്ടും കോമ്പിനേഷൻ, ഡിഫറെന്റ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഉണ്ടാക്കുന്ന വാക്കുകളെ കൊണ്ട് നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത ആ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ഞാൻ പറഞ്ഞ ജനിക്കുക. അപ്പൊ ഈ ആ ക്ഷ എന്നുള്ള അക്ഷരമാലയിലെ അക്ഷരങ്ങള് കോർത്തിണക്കി പല പല വാക്കുകളെയും കൊണ്ട് നമുക്ക് സംസാരിക്കാം അല്ലെ. അതിനെ കൊണ്ടൊന്നും അതിനൊന്നും ജനിക്കുന്നില്ല, അങ്ങനത്തെ വാക്കുകളൊന്നുമില്ല ഭഗവാനെ സ്തുതിക്കാൻ. അപ്പൊ അങ്ങനത്തെ വ്യക്തിയാണ് അധോക്ഷജൻ, ബിയോണ്ട് സെൻസ് പെർസെപ്ഷൻ. അപ്പൊ ആ വാക്കുകളെല്ലാം അധമത്തിലേക്ക് കൊണ്ടുവന്നു. ഭഗവാനെ സ്തുതിക്കാൻ പറ്റാത്ത തലത്തിൽ അധമത്തിൽ പോകുന്നു. അതാണ് അധോക്ഷജ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള അധോക്ഷജനെ നമ്മള് നമസ്കരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. പർപ്പോട്ട്. Here the poet orders each of his senses to cooperate in serving the Lord. Here the poet orders each of his senses to cooperate in serving the Lord. The spirit soul is higher than the senses, and so it is right that he should order them. Okay. അപ്പൊ ആരാണ് ഹയസ്റ്റ് ലെവലിൽ നിൽക്കുന്ന? സ്പിരിറ്റ് സോൾ. നമുക്കറിയാം ഹയറാർക്കി എന്താണ്? ഡാൽമാറ്റർ, സെൻസസ്, മൈൻഡ്, ഇന്റലിജൻസ് ആൻഡ് സോൾ. ഇവിടെ പറയുന്നത് സ്പിരിറ്റ് സോൾ. സ്പിരിറ്റ് സോൾ ഈസ് ഹയർ ദാൻ ദ സെൻസസ്. ഏറ്റവും ടോപ്പിലെ സ്പിരിറ്റ് സോൾ ആണ്. സോ ഇറ്റ് ഈസ് റൈറ്റ് ദാറ്റ് ഹി ഷുഡ് ഓർഡർ ദം. അപ്പൊ നമ്മളുടെ ഓഫീസിൽ, ഓക്കെ, ഒരു ക്രൂഡ് എക്സാമ്പിൾ തരാണ്. നമ്മുടെ ഓഫീസിലെ മാനേജർ പറഞ്ഞ് നമ്മൾ കേൾക്കണോ? നമ്മൾ പറയുന്നത് മാനേജർ കേൾക്കണം. നമ്മളൊരു ജൂനിയർ സ്റ്റാഫാണ്. ഓക്കെ, മാനേജർ സീനിയർ സ്റ്റാഫാണ്. ആ മാനേജർ പറയുന്നത് സബോർഡിനേറ്റ് കേൾക്കണോ അതോ സബോർഡിനേറ്റ് പറഞ്ഞ് മാനേജർ കേൾക്കണോ? അതേപോലെ തന്നെ ഇവിടെ സ്പിരിറ്റ് സോൾ ഈസ് ദ ടോപ്പ് പൊസിഷൻ, ഹാവിങ് ദ ടോപ്പ് പൊസിഷൻ. ആ സ്പിരിറ്റ് സോൾ പറയുന്നത് സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള സെൻസസ് കേൾക്കണം. സോ ഇന്ദ്രിയാണി പരാണ്യഹുർ ഇന്ദ്രിയേഭ്യ പരം മനഃ മനസാസ്തു പരാബുദ്ധിർ യോ ബുദ്ധേ വരദസ്തു സഹ. Okay, the working senses are superior to dull matter. Working senses ഏതൊക്കെയാണ്? കാത്, ചെവി, നാക്കും അല്ല. സെൻസ്. അത് നോളേജ് അക്വയറിംഗ് സെൻസസ് ആണ്. ജ്ഞാനേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്. ഇത് വർക്കിംഗ് സെൻസസ് കർമ്മേന്ദ്രിയങ്ങളാണ്. So working senses, intelligence okay. Mind intelligence. അല്ല. No. Legs okay ആയിരിക്കും working senses മറന്നോ? കർമ്മേന്ദ്രിയങ്ങൾ അതല്ലേ പ്രഭു? കർമ്മേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ്? കൈകൾ, കാല്, അതൊക്കെയല്ലേ? യെസ്.
അതിന് പ്രഭു പറഞ്ഞു. ആരാ പറഞ്ഞു? ഇതാ പറഞ്ഞത് പ്രഭു. കേട്ടില്ല, ഞാൻ കേട്ടില്ല. ആരാ പറഞ്ഞു? ഞാൻ പറഞ്ഞ ഞാൻ എല്ലാരും പറഞ്ഞു. അതെനിക്ക് കേട്ടില്ല. അവിടെ ബ്രേക്ക് ആവുന്നു, കുറച്ച് ബ്രേക്ക് ആവുന്നുണ്ട്. എനിക്ക് മനസ്സിലായില്ല. അപ്പൊ നിങ്ങൾ മാതാജി പറഞ്ഞത് കാത് കണ്ണതൊക്കെ അല്ലേ പറഞ്ഞത്? സ്മിത മാതാജി അത് കഴിഞ്ഞിട്ട് കൈകൾ കാലുകളെന്ന് പറഞ്ഞു പ്രഭു. അത് കേട്ടില്ല. ഓക്കെ ഓക്കെ. എന്നാലും 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളാണ്. ഇവിടെ വർക്കിംഗ് സെൻസ് ആ കർമ്മേന്ദ്രിയങ്ങളെ സുപ്പീരിയർ ടു ഡൾ മാറ്റർ. എന്താണ് ഡൾ മാറ്റർ? നമ്മുടെ ബോഡി അല്ലേ പദാർത്ഥം എന്ന് ഉദ്ദേശിക്കുന്നത് ശരീരല്ലേ? ഡൾ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി അല്ലേ ഡൾ മാറ്റർ എന്ന് പറയുന്നത്? ബോഡി അല്ലേ? ബോഡി എന്ന് പറഞ്ഞാൽ അത് ഒരു വേഗ ആൻസർ ആയി മാതാജി. ഡൾ മാറ്റർ എന്ന് പറയുമ്പോ പഞ്ചഭൂതങ്ങള്. അതെ, ഭൂതങ്ങളൊക്കെ ഉണ്ടാണല്ലോ ബോഡി. ഭൂമി, ആപോ, അനലോ, വായു, ഖം. Okay, so working senses are superior to dull matter. Mind is higher than the senses. Okay, senses in മീതയാണ് മനസ്സ്. And intelligence is still higher than the mind. Mind മീതയാണ് intelligence. And he, the soul, is even higher than the intelligence. ആത്മാവ് ബുദ്ധിയെക്കാട്ടിലും അതിന്റെ മീതയാണ്. ബുദ്ധേ യോ ബുദ്ധേ പരതസ്തു സഹ. അതായത് ബുദ്ധിയെക്കാട്ടിലും മീതയാണ് ആത്മാവ്. അപ്പൊ ആത്മാവ് പറയുന്നത് ആര് കേൾക്കണം? ബാക്കി എല്ലാവരും കേൾക്കണം. So text 19 and 20 of Mukundmala Sloka call to mind a series of verses by Shaunaka Rishi in Srimad Bhagavatam 2.3, 20 and 22-24. എന്താണ് അതിൽ പറയുന്നത്? One who has not listened to the messages about the prowess and marvelous acts of the personality of Godhead, and has not sung or chanted loudly the worthy songs about the Lord, is to be considered to possess ear holes like the whole snakes live in, and a tongue like the tongue of a frog. അപ്പൊ ഇത് ഏതൊരു വ്യക്തിയാണോ, ഇത് ശ്രീമദ് ഭാഗവതത്തിലത്തെ 20 മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങളിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ്. ഏതൊരു വ്യക്തിയാണോ തൻ്റെ ചെവി ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ സ്തുതികളും കേൾക്കാൻ ഉപയോഗിക്കാത്തത്, ആ വ്യക്തിയുടെ ചെവി എന്തിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? പാമ്പുകളുടെ മാണം അല്ലേ? എന്താണ് അതിന് ആ ഒരു ഉപമ? ശ്ലോകം ഉണ്ടല്ലോ, അതിനെ 2.3, 20-24 ശ്ലോകം തന്നെ, സെയിം ശ്ലോകം കാണണോ? ഇതാണ് ബിലേ ഭോക്തരുക്രമ വിക്രമാൻ യേ ന ശ്രവണ കർണ പുതേ നരസ്യാം ജിഹ്വാസതി ദാർദൂരികേ വസുതാ ന ചോപഗായതി ഉരുഗായഗതാഹ. ഇതാണ്, അതായത് one who has not listened to the messages about the prowess and marvelous acts of the personality of God and has not sung or chanted loudly the worthy songs about the Lord is to be considered to possess ear holes like the holes of snakes and tongue like the tongue of a frog. എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉപമ? അതായത് നമ്മൾ ഭഗവാന്റെ കഥകളും ഭഗവാന്റെ സ്തുതികളും കേട്ടിട്ടെങ്കിൽ അതിനെ പാമ്പിന്റെ മാളത്തിലൂടെ ഉപയോഗിച്ചിരിക്കുന്നു. എന്താണ് ഈ ഉപമ കാരണം? എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പാമ്പുകളുടെ മാളത്തിൽ അവര് പോയിസണസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കേൾക്കാന്നാണ്, അതില്ലേ പ്രഭു? യെസ്, അതെ, തീർച്ചയായിട്ടും. അതായത് നമ്മള് ഗ്രാമ്യ കഥകൾ കേട്ടാൽ ഇത് പോയിസൺ ആണ് ടു ദ ഇയർ ഹോൾസ്. ഇറ്റ്സ് പോയിസൺ. പാമ്പിന്റെ മാളത്തിൽ നമ്മൾ കൈയിട്ട പാമ്പ് കടിച്ച എന്താണ്? പോയിസൺ അല്ലേ? അതേപോലെ തന്നെ ഗ്രാമ്യ കഥകളെല്ലാം, ഗോസിപ്സ്, പ്രജൽപ്പ, ഇതെല്ലാം ഇറ്റ് ഈസ് ഈക്വൽ ടു പോയിസൺ. ഫില്ലിങ് യുവർ ഇയർ ഹോൾസ് വിത്ത് പോയിസൺ. അതുകൊണ്ട് എന്താണ്, നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ കണ്ടാമിനേഷൻ ചെയ്യും. പിന്നെ നെക്സ്റ്റ് കമ്പാരിസൺ എന്താണ്? ടങ് ലൈക്ക് ദ ടങ് ഓഫ് എ ഫ്രോഗ്.
നമ്മള് അത് കാല് ഭഗവാന്റെ സവിധം ട്രീ ട്രങ്ക് പോലെയാണെന്നല്ലേ പറയുന്നത്. അതും ഒരു ശ്ലോകം ഇല്ലേ പ്രഭു ഭാഗവതത്തില്? എന്താ അത് ഭഗവാന്റെ സവിധം പോകാത്ത കാല് ട്രീ ട്രങ്ക് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇവിടെ പറയുന്നത് ഇയർ ഹോൾസ് ലൈക്ക് ദ ഹോൾസ് ഓഫ് എ സ്നേക്ക് ആൻഡ് ടങ് ഈസ് ലൈക്ക് ദ ടങ് ഓഫ് എ ഫ്രോഗ്. എന്താണ് അതിന്റെ ഉപമ ഇവിടെ? കാരണം എന്താണ്? ഫ്രോഗ് എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ ഇങ്ങനെ ചുവച്ചോണ്ടിരിക്കും, പാമ്പ് അട്രാക്ട് ചെയ്തിട്ട് കൊല്ലും അതിനെ. നമ്മൾ ആവശ്യമില്ലാത്ത അതിന്റെ മരണത്തിനെ വിളിച്ചു വരുത്താണ് ചെയ്യുന്നത് അല്ലേ? മഴക്കാലത്ത് നമുക്ക് ഇല്ലേ ക്രോക്കിംഗ് ഓഫ് ദ ടോട്ട്സ് പറയുന്നില്ലേ? അതിങ്ങനെ കേക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പാമ്പിന് അറിയാം ഇന്ന സ്ഥലത്താണ് ഫ്രോഗ്സ് ഉള്ള, അവിടെ ചെന്ന് പിടിക്കും. അതേപോലെ ആയിരിക്കും നമ്മള് അനാവശ്യമായിട്ട് പ്രചൽപ്പ കാര്യങ്ങൾ നമ്മുടെ നാവ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഗ്രാമ്യകഥ നമ്മൾ പറഞ്ഞാൽ അത് നമ്മുടെ മരണത്തിനെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. അപ്പോൾ നമ്മുടെ നാവും അതേപോലെ നമ്മുടെ ചെവികളും ഭഗവാനെ സ്തുതിക്കാനും കേൾക്കാനും ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ബ്യൂട്ടിഫുൾ കമ്പാരിസൺ അല്ലേ? So the upper portion of the body, though crowned with a silk turban, is only heavy burden if not bowed down before the personality of Godhead, who can award mukti, freedom from birth and death. അപ്പൊ നമ്മളുടെ അപ്പർ പാർട്ട്, ഏറ്റവും കനം കൂടിയ പോർഷൻ ഏതാ? നമ്മുടെ തല അല്ലേ? അപ്പോ അത് ദോ ക്രൗണ്ട് വിത്ത് എ സിൽക്ക് ടർബൻ, വലിയ തലപ്പാവൊക്കെ ഉണ്ട്, സിൽക്ക് ടർബനൊക്കെ ഉണ്ട്. അത് ഭഗവാന്റെ പാദത്തില് നമിച്ചിട്ടില്ലെങ്കിൽ എന്താണ് കാര്യം? ഇറ്റ് ഈസ് ഹെവി ബർഡൻ. അതൊരു ഭാരമായിട്ടുള്ള ഒരു സാധനമായിട്ട് തീരും. ഭഗവാന്റെ മുമ്പിൽ നമ്മൾ നമസ്കരിച്ചില്ലെങ്കിൽ ആ ഭഗവാൻ മാത്രമേ നമുക്ക് മുക്തി തരാൻ പറ്റുള്ളൂ. ഓക്കെ, മുകുന്ദൻ എന്ന് പറഞ്ഞാൽ മുക്തിദായകൻ, മുക്തി തരാൻ പറ്റുന്നത്. അപ്പൊ ആ ഭഗവാനെ നമ്മൾ നമിക്കണം, പ്രണമിക്കണം എന്നാണ് പറയുന്നത്. And the hands, though decorated with glittering bangles and like those of a dead man, if not engaged in the service of the personality of Godhead Hari. അപ്പോ ആ കൈകൾ എങ്ങനത്തെ കൈയാണ്? though decorated with glittering bangles. അപ്പൊ മാതാജിമാരെ പറ്റിയാണ് പറയുന്നുണ്ടോ? പ്രഭുക്കന്മാരെ പറ്റിയല്ല. ഓക്കെ, അന്നത്തെ കാലത്ത് എല്ലാവരും ബാംഗിൾസ് ഇടമായിരുന്നു. പ്രഭു ഇതിലെ മലയാളത്തിൽ അവന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. Okay, and the hands, though decorated with glittering bangles, are like those of a dead man, if not engaged in the service of the personality of Godhead. അപ്പൊ ഒരു ശവത്തിന് തുല്യമായിട്ടാണ് കാണുന്നത്, ഡെഡ് മാൻ. The eyes, which do not look at the symbolic representation, deity forms of the personality of Godhead Vishnu, are like those printed on the plumes of the peacock, and the legs, which do not move to the holy places where the Lord is remembered, are considered to be like the tree trunks. അപ്പൊ കണ്ണിന് ഭഗവാനെ കാണാത്ത, ഭഗവാന്റെ ഭംഗി ആസ്വദിക്കാത്ത കണ്ണിനെ നമ്മുടെ കൺപീലുള്ള കണ്ണില്ലേ, അതുകൊണ്ട് കാണാൻ പറ്റും നമുക്ക്. അതേപോലെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ഭഗവാന്റെ ഹോളി പ്ലേസ്, ധാമിലേക്കും ഭഗവാന്റെ അർച്ചവിഗ്രഹത്തിനെ കാണാൻ വേണ്ടി നമ്മൾ അമ്പലത്തിലേക്ക്, ക്ഷേത്രത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ അങ്ങനത്തെ കാലുകൾ എന്താണ്? ട്രീ ട്രങ്ക്. എന്താണ് അതിന്റെ ഒരു സവിശേഷത? മൂവ് ചെയ്യാൻ പറ്റില്ല അല്ലേ? സ്ഥാവര, ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത ജീവിയാണ്. ഇവിടെ കണ്ണ് ഉപയോഗിച്ചേക്കുന്നത് കണ്ണ്, മയിൽപ്പീലിയുടെ പുറത്തുള്ള കണ്ണുമായിട്ടല്ലേ? അതെ അതെ, അതിനെ കാണാൻ പറ്റില്ല. അതില് കണ്ണുപോലെ ഇരിക്കും, പക്ഷെ അതിന് കാഴ്ചയില്ല. അതുപോലെ നമ്മുടെ കാലുകളും ഭഗവാന്റെ സേവനത്തിന് അനുഷ്ഠിച്ചിട്ടില്ലെങ്കിൽ അത് ഒരു വൃക്ഷത്തിന്റെ തടി പോലെ ഇരിക്കും. ഓക്കെ, അതെ, അതാണ് ഇവിടെ ബ്യൂട്ടിഫുൾ കമ്പാരിസൺ. Considered to be tree trunks. The person who has not at any time received the dust of the feet of the Lord's pure devotees upon his head is certainly a dead body എന്ന് പറയുന്നത്. ഭഗവാന്റെ ഭക്തന്മാരുടെ
പാദധൂളി തന്റെ ശിരസ്സിൽ വഹിച്ചിട്ടില്ലെങ്കിൽ അത് ആ ദേഹം, ആ ശിരസ് മരിച്ച പോലെയാണ്. ആ വ്യക്തി മരിച്ച പോലെ, ഡെഡ് ബോഡിയാണ്. ഞാൻ നേരത്തെ പലതവണയും പറഞ്ഞിട്ടുണ്ട്, 3 കാര്യങ്ങളാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്. ഓക്കെ, നമ്മളുടെ സ്പിരിച്വൽ അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഭക്തപാദധൂലി, ഭക്തപാദ ജൽ, ഭക്ത ഭുക്തി അവശേഷ, 3 മഹാബൽ. ഏറ്റവും ശക്തിയുള്ളതാണ് ഈ 3. ഭക്തപാദധൂളി, അതായത് the dust from the lotus feet of the devotees, the Lord and as well as the devotees. ഭക്ത എന്ന് പറഞ്ഞിരിക്കുന്നത് ഭക്തന്മാരുടെ. ഭക്തപാദജൽ, ഭക്തന്മാരുടെ ലോട്ടസ് ഫീറ്റ് കഴുകിയിട്ടുള്ള ആ ജലം. ഭക്ത ഭുക്ത അവശേഷ, ഭക്തന്മാര് പ്രസാദം ഓണരുതില്ല അതിന്റെ അവശേഷം. ഇത് ശിഷ്യന്മാര്, ഫോളോവേഴ്സ്, ഡിസൈപ്പിൾസ്, അവരുടെ സ്പിരിച്വൽ അഡ്വാൻസ്മെന്റ് വളരെ വിത്ത് കൺവിക്ഷൻ, വിത്ത് ഫേം ഫെയ്ത്ത്, സംശയത്തോടു കൂടി അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അയ്യോ ഇതെങ്ങനെ, അത് അവരുടെ ഉച്ഛിഷ്ടമല്ലേ, നമ്മളെങ്ങനെ കഴിക്കുക, അവരുടെ പാദധൂളിയല്ലേ, അവരുടെ പാദജലമല്ലേ, അതുണ്ടെങ്കിൽ പിന്നെ അത് കഴിക്കാതിരിക്കാൻ പറ്റും. ബെറ്റർ നോട്ട് ടു. യു ഷുഡ് ഹാവ് കംപ്ലീറ്റ് ഫെയ്ത്ത് ആൻഡ് കൺവിക്ഷൻ. ദിസ് വിൽ പ്യൂരിഫൈ അവർ എക്സിസ്റ്റൻസ്. അതുകൊണ്ടാണ് തൻ്റെ ഗുരു ഇത് 3 തൻ്റെ ഡിസൈപ്പിൾസിന് മാത്രമേ അവർ കൊടുക്കുള്ളൂ. സാധാരണ there are sannyasis, there are spiritual masters who are broad-minded. Even if they have to take the burden, they will distribute. Some spiritual masters are very, very clear. They will not give it. Karanam, it is affecting their health. They have to partake the sinful reactions. അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത്. But it is where we are. Yeah. Okay. The feet of the Lord's pure devotee upon his head, the dust. So, and the person who has never experienced the aroma of the tulasi flowers decorating the lotus feet of the Lord is also a dead body. Tulasi flowers in the aroma at the lingal, that is also like a dead body, although breathing. Okay. Shasamunda, but it is as good as dead body. Certainly the heart is still framed, which in spite of one's chanting the holy name of the Lord with concentration does not change and feel ecstasy, at which time tears fill the eyes and the hair stand on end. നമ്മൾ ചാൻഡിങ് ചെയ്യുന്നുണ്ട്, നമുക്ക് യാതൊരു പരിവർത്തനം, ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല, നമുക്ക് യാതൊരു എക്സ്റ്റസിയും വരുന്നില്ല, അശ്രു വരുന്നില്ല, രോമാഞ്ചം വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? വി ആർ നോട്ട് സിൻസിയർ ഇൻ അവർ സാധന. വി ആർ വെരി കാഷ്വൽ ഇൻ അവർ സാധന. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊന്നും സംഭവിക്കാത്ത എന്താണ്? നമ്മളുടെ ആ സീരിയസ്നെസ്സിന്റെ അതിനെ ഇവിടെ എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. Certainly that heart is still framed. ഇതെല്ലാം ചെയ്തിട്ടും ഒന്നും നമുക്ക് പരിവർത്തനം, ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ലെങ്കിൽ ഇറ്റ്സ് സ്റ്റിൽ ഫ്രെയിംഡ് ഹാർട്ടാണ്. ഹാർട്ട് ഈസ് സോ സോഫ്റ്റ് അല്ലേ, പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? സ്റ്റിൽ ഫ്രെയിംഡ്. പക്ഷെ ഡോണ്ട് വറി, നമ്മളെല്ലാവരും ആ ഒരു ഫേസ് കൂടെ കടന്നു പോവാണ്. ആർക്കും ഇപ്പോൾ അഷ്ടസാത്വിക വേറെ ഒന്നും വരുന്നില്ല. പക്ഷെ ഓരോ പീരിയഡ് ഓഫ് ടൈം ബൈ ദ മേഴ്സി ഓഫ് ലോർഡ് ഇറ്റ് വിൽ ഹാപ്പൻ. ഇഫ് നോട്ട് ടുഡേ, ടുമോറോ. അത് നമ്മൾ സിൻസിയറായിട്ട് പ്രാർത്ഥിക്കണം. സിൻസിയറായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, സാധന ചെയ്യുകയാണെങ്കിൽ ഭഗവാന്റെ തീർച്ചയായിട്ടും കൃപാകടാക്ഷം ഉണ്ടായിരിക്കും. പിന്നെ അതല്ല, നമ്മളുടെ ഒരുപാട് അനർത്ഥങ്ങൾ നമ്മളുടെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, ജന്മാന്തരമായിട്ടുള്ളത്. അതെല്ലാം കഴുകിക്കളയണ്ടേ, എന്നാൽ മാത്രമേ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുള്ളൂ. ഇറ്റ് മേ ടേക്ക് ടൈം ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ മച്ച് കർമ്മ വി ഹാവ് ഇൻ അവർ ബാഗ്സ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഈച്ച് of our senses may help
or hinder us in devotional service. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും ഭഗവാന്റെ സേവനത്തില്. If we allow even one sense free rein, it can seriously distract our mind, just as a gust of wind can sweep away an unanchored sailboat on the ocean. അപ്പൊ എന്താണ്, ഒരു ഇന്ദ്രിയത്തിനെ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടാൽ മതി, അതിന്റെ കടിഞ്ഞാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ മതി. അപ്പൊ കുതിരകളെ നമ്മൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ കടിഞ്ഞാണ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, അല്ലെ? കടിഞ്ഞാണും ചാട്ടവാറും ഉണ്ടായിരിക്കണം, എന്നാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഏതെങ്കിലും ഇന്ദ്രിയത്തിന്റെ കടിഞ്ഞാണ് നമ്മൾ വിട്ടുകൊടുത്താൽ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, വി ആർ റൂയിൻഡ് അതാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ. ഓക്കെ, ജസ്റ്റ് ആസ് എ ഗസ്റ്റ് ഓഫ് വിൻഡ് ക്യാൻ സ്വീപ്പ് എവേ അൺആങ്കേർഡ് സെയിൽ ബോട്ട് ഓൺ ദ ഓഷ്യൻ. അപ്പോൾ ആങ്കർ ചെയ്യാത്ത ഒരു സെയിൽ ബോട്ടിനെ കാറ്റ് വരുമ്പോൾ അതിനെ കൊണ്ടുപോകും. ആങ്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതാണ് ഇവിടെ പറയുന്നത്. സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്ഹെഡ് ഹാസ് സെൻസസ് ആൻഡ് സോ ഡു വി, ആൻഡ് അവർ പെർഫെക്ഷൻ ലൈസ് ഇൻ സെർവിങ് Rishikesha, the Lord of the senses, with all of our senses. Rishikena Rishikesha Sevanam Bhakti Ruchade. Sarvobhadi Vinurmuktam Tatparatvena Nirmalam. Rishikena Rishikesha Sevanam Bhakti Ruchade. Oh, Rishikena, നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സേവിക്കണം. നമുക്ക് ഭഗവാന് ഇന്ദ്രിയങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്കും ഇന്ദ്രിയങ്ങളുണ്ട്. അപ്പൊ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ട് അർപ്പിക്കണം എന്നാണ് പറയുന്നത്. We may engage our senses in the service of Krishna or in the service of Maya, illusion. Choice is ours. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ മായയുടെ സേവനത്തിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കാം. ഏതാണ് വേണ്ടത്? ഭഗവാന്റെ സേവനത്തില്. ഭഗവാന്റെ സേവനത്തില് നമ്മൾ അർപ്പിച്ചാൽ നമുക്ക് മുക്തി കിട്ടും. ഭഗവത് ധാമിലേക്ക് പോകാൻ പറ്റും. ഇന്ദ്രിയങ്ങളുടെ സേവനത്തിൽ അനുഷ്ഠിച്ചാൽ നമ്മള് ജനമരണ ചക്രത്തിലൂടെ വീണ്ടും വീണ്ടും പോകേണ്ടി വരും. ജന്മ മൃത്യു ജരാവ്യാധി. The choice is vividly shown in the words of Bhai Kulashekara and Shaunagrishi. അപ്പൊ ഈ 2:19-20 ശ്ലോകത്തില് ഈ സ്വാതന്ത്ര്യം കുലശേഖര ആൾവാരും അതേപോലെ ശൗനകൃഷിയും നമ്മൾ നേരത്തെ പറഞ്ഞ സെക്കൻഡ് കാൻഡോലത്തെ 20-24 ശ്ലോകത്തില് വളരെ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അവർ സിൻസിയർ സിംഗിങ് കീർത്തന may please the Supreme Lord and evoke his mercy, or our materialistic songs will resemble the frogs croaking. Okay. അപ്പൊ നമ്മുടെ ഭൗതിക തരത്തിലുള്ള മണ്ടൈൻ സോങ്സ് നമ്മൾ പാടുകയാണെങ്കിൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് എന്താണ്, ഇറ്റ്സ് ആസ് ഗുഡ് ആസ് ക്രോക്കിംഗ് ഓഫ് ദ ഫ്രോഗ്സ്. നമ്മള് പാമ്പിനെ ക്ഷണിച്ചു വരുത്താണ്, നമ്മളുടെ ഡെത്തിനെ ക്ഷണിച്ചു വരുത്താണ്. which attracts the predator snake, death. Similarly, we may be beautified by bowing our head before the Lord, or that same head, burdened by ornaments and pride, will drag us down into the ocean of birth and death. അപ്പൊ നമ്മള് ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുമ്പോൾ പ്രണമിക്കുമ്പോൾ നമ്മളുടെ പ്യൂരിഫിക്കേഷനും നമ്മുടെ ഡെലിവറൻസിനും നമ്മുടെ മുക്തിക്കും അത് കാരണമായി തീരുന്നു. അതേസമയം തന്നെ ആ ശിരസ് ആഭരണങ്ങളെ കൊണ്ട്, ആഭൂഷണമായിട്ടുള്ള ആഭരണങ്ങളെ കൊണ്ട് അത് നമ്മൾ അണിയുമ്പോൾ എന്താണ്, നമ്മുടെ ജന്മ മൃത്യു ജരാവ്യാധിയിൽ കൂടെ ഭഗവാനെ നമസ്കരിക്കാത്ത ആ ശിരസ് ജന്മ മൃത്യു ജരാവ്യാധികളിലൂടെ കടന്നു പോകുന്നു. എ പേഴ്സൺ ഇൻ എ ഹൈ സോഷ്യൽ പൊസിഷൻ ഈസ് ഓഫൺ too proud to humble himself before the deity in the temple. അപ്പൊ ഭൗതിക തലത്തില് ഉയർന്ന നിലയിലുള്ള ആൾക്കാര്, ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആൾക്കാര്, അവർക്ക് ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കാൻ വളരെ ബുദ്ധിമുട്ടായി. കാരണം തലഖനം അല്ലെ, നമ്മൾ പറയില്ലേ ഭയങ്കര തലഖനാണ്, പ്രൗഡ് ഓഫ് ഹിസ് അച്ചീവ്മെന്റ്സ്. ഭൗതിക തലത്തിലുള്ള അച്ചീവ്മെന്റ്സ്, ഒരുപാട് അച്ചീവ്മെന്റ്സ്
അവർ നടത്തിയിട്ടുണ്ട് ഭൗതിക തലത്തിൽ. അവരുടെ മുമ്പേ ഒരുപാട് പേരിന്റെ ശേഷം ഒരുപാട് ആൽഫബറ്റ്സ് ഉണ്ടായിരിക്കും അല്ലേ? എന്താണ് തന്റെ ഡിഗ്രീസ്? എത്ര ആൽഫബറ്റ്സ് കൂടുന്നോ അത്രയും വലിയ വലിയ ഡിഗ്രികൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഭഗവാന്റെ മുമ്പിൽ തലകുനിക്കാൻ അല്ലെങ്കിൽ നമസ്കരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓവർബർഡൻഡ് ആണ് അവര്. കാരണം പ്രൈഡ്, അഹങ്കാരം. ഐ എം സംതിങ്, ഐ എം ദ ഡൂവർ, പ്രകൃതേ ക്രിയമാനാനി ഗുണൈ കർമാണി സർവസഹ അഹങ്കാര വിമൂഢാത്മാ കർത്താഹം വിധി മന്യത. എല്ലാം ഞാനാണ് ചെയ്യുന്നതെല്ലാം. അഹങ്കാര വിമൂഢാത്മാ, അഹങ്കാരമുള്ള പ്രൈഡ്. ഓക്കെ, ഫോൾസ് പ്രൈഡ് ആണ്. എന്താണ് ഫോൾസ് പ്രൈഡ്? കാരണം നമ്മളല്ല ചെയ്യുന്നത്. നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ, നമ്മളുടെ ആ കർമ്മം, നമ്മളുടെ ഗുണങ്ങള്, ഇതാണ് എല്ലാം നമ്മൾ ചെയ്യാനുള്ള കാരണം. എന്നാൽ ചില ആൾക്കാർ ഒരു ഭഗവാൻ ചെയ്യുന്നില്ല. ഭഗവാൻ ചെയ്യിക്കുന്നില്ല. നമ്മൾ ചെയ്ത കർമ്മം തന്നെ ആണ് നമ്മൾക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും വീണ്ടും ചെയ്യാൻ പ്രേരണ തരുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ഒരു മദ്യപാനിയുടെ കൂടെ ഞാൻ സഹവസിക്കുകയാണ്, അസോസിയേറ്റ് ചെയ്താണ്. എനിക്ക് ഓട്ടോമാറ്റിക്കലി ആ മദ്യം കഴിക്കാനുള്ള ഒരു ടേസ്റ്റ്, ഒരു രുചി വരും. അത് ഞാനത് കൺട്രോൾ ചെയ്യണം. അത് ചെയ്യാൻ പാടില്ല, തെറ്റാണ്, പാടില്ല എന്ന് ഞാൻ തന്നെ എന്നെ റെസ്ട്രിക്ട് ചെയ്യണം. അങ്ങനത്തെ ഒരു സംഘത്തിൽ നിന്ന് വിട്ട് സത്സംഗത്തിൽ പോകണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ ജീവിച്ചിരിക്കുന്നത് അതിൻ്റെ ആ ഒരു റിസൾട്ടാണ് നമ്മളിപ്പോ കഴിഞ്ഞ ജന്മങ്ങളിൽ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം നമ്മൾ ശീലിച്ചിട്ടുണ്ട്, അതിന്റെ അനന്തരഫലമാണ് ഈ ജീവിതത്തിൽ നമ്മുടെ ചെയ്തിരുന്നത്. ഈ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ജീവിതത്തിൽ നമ്മൾ അത് ശീലിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഒരിക്കലും അഹങ്കാര, അതായത് ആ ഫോൾസ് പ്രൈഡ് പാടില്ല. Where is that? Yeah, person in a high social position is often too proud to humble himself before the deity in the temple. In that case, he will be pulled down by his own pride. സ്വന്തം ആ ഒരു അഹങ്കാരം അവരെ താഴത്തേക്ക് കൊണ്ടുവരും, അവരുടെ വീഴ്ചയ്ക്ക് കാരണമാവും. Just as a man who falls overboard in the ocean is pulled down by his heavy clothes and headdress. In Lord Chaitanya's time, King Prabhupada set the perfect example for a worldly leader by performing the menial service of sweeping the road before Lord Jagannath's chariot. നമുക്കറിയാം പ്രതാപരുദ്ര മഹാരാജാവ് എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഇഷ്ടം അത് എടുത്ത് കിട്ടിയത്. ഭഗവാന്റെ ആ ഒരു സ്നേഹം ആർജിച്ചെടുത്ത് ഒരു വലിയൊരു രാജാവിന്റെ പൊസിഷനിൽ ഇരുന്നുകൊണ്ടും രഥയാത്ര സമയത്ത് ഒരു മീനിയൽ സെർവൻ്റ് ആയിട്ട് സ്വീപ്പറുടെ റോൾ എടുത്തു അല്ലേ? അതാണ് അവിടെ പ്രതാപരുദ്ര മഹാരാജന്റെ ഒരു എക്സാമ്പിൾ തരുന്നത്. ഇൻ ദിസ് വേ ഹി ഷോഡ് ഹിസ് സബോർഡിനേഷൻ ടു ദ ഓൾമൈറ്റി. അല്ലെങ്കിൽ ഞാൻ രാജാവാണ്, ഞാൻ എന്തിനാ വണങ്ങുന്നത്? ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും ഒരേപോലെയാണ്. ഭഗവാന്റെ മുമ്പിൽ നമ്മള് നമസ്കരിക്കണം, നമ്മൾ തലകുനിക്കണം, നമ്മൾ പ്രണാമം ചെയ്യണം. അല്ലാണ്ട് അവിടെ നമ്മൾ അഹങ്കാരം ഞാൻ രാജാവാണെന്ന് പറഞ്ഞിരിക്കുകയല്ല. അതാണ് ഈ ഉദാഹരണം തന്നിരിക്കുന്നത്. സോ വൺ ക്യാൻ ബെസ്റ്റ് സെർവ് ദ ലോർഡ് സെൻസസ് ബൈ സെർവിങ് ഹിസ് ഡിവോട്ടീസ്. ഓക്കെ, ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുക എന്ന് കൂടിയാണ്. Srila Prabhupada states, Krishna is the property of his pure unconditional devotees, and as such only the devotees can deliver Krishna to another devotee. Krishna is never obtainable directly. Bhagavatam 2.3.23. അതായത് ഭഗവാനെ നമുക്ക് ഒരിക്കലും നേരിട്ട് സെർവ് ചെയ്യാനുള്ള അർഹത, യോഗ്യതയില്ല. ഭഗവാന്റെ ഭക്തന്മാരെ സേവിച്ചാൽ ഭഗവാൻ അവിടെ തൃപ്തിപ്പെടുന്നു. അതാണ് 2.3.23 പർവ്വത്തിലും ഭഗവാദ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ആരുടെ പ്രോപ്പർട്ടിയാണ്? ഭക്തന്മാരുടെ. ഭക്തന്മാർക്കേ ഭക്തി തരാൻ പറ്റുള്ളൂ. ഭക്ത ഗീവ്സ് ഭക്തി അല്ലേ? അപ്പൊ ആ ഭക്തന്മാരെ നമ്മൾ സേവനം ചെയ്താൽ
നമുക്ക് ഭഗവാനെ ലഭിക്കും. A disciple should therefore use his senses to perform all kinds of services for the satisfaction of his guru. അപ്പോൾ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനെ സേവിക്കണം. ആ ഗുരുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ഗുരു ആഗ്രഹിക്കുന്നു അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. അതിലവിടെ നമ്മൾ പരാതി പറയാൻ പാടില്ല. അയ്യോ ഗുരു മഹാരാജ് എനിക്കത് പറ്റില്ല, എനിക്കത് പറ്റില്ല. ഗുരു ആജ്ഞ ചെയ്താൽ, ഒരു ഓർഡർ പറഞ്ഞാൽ, ഗുരു ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും പറയില്ല. ഗുരുവിനറിയാം ഒരു ശിഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും, ആ ശിഷ്യന്റെ കപ്പാസിറ്റി എന്താണ്, അതനുസരിച്ചിട്ടുള്ള ഓർഡർ മാത്രമേ തരുള്ളൂ. അതുകൊണ്ട് ഗുരു ചെയ്യുന്നതെല്ലാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയെങ്കിലും നമ്മളുടെ സിൻസിയർ എഫേർട്ട് ഷുഡ് ബി ദർ. അതില് വിജയം പരാജയം നോക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നമ്മൾ പരാജയപ്പെടാം, ചിലപ്പോൾ വിജയിക്കാം. എന്നാലും നമ്മുടെ വളരെ ആ ഒരു സബ്മിസീവ് മൂഡോട് കൂടി നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെയാണ് നമുക്ക് ഗുരുവിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുള്ളൂ. We should engage not only our senses but also our mind in the Lord's service. ഇന്ദ്രിയങ്ങൾ മാത്രമല്ല മനസ്സിനെയും ഭഗവാന്റെ സേവനത്തിൽ അർപ്പിക്കണം. The mind, after all, provides the impetus for the actions of all the bodily limbs. അപ്പോൾ മനസ്സിൽ നിന്നാണ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം വരുന്നത്, ഇംപെറ്റസ് എല്ലാം വരുന്നത്. എല്ലാ അവയവങ്ങളെയും എല്ലാ ഇന്ദ്രിയങ്ങളെയും അത് ഫങ്ഷൻ ചെയ്യാനുള്ള ആ ഇംപെറ്റസ്, അതിൻ്റെ ആ ഒരു ഇംപെറ്റസ് അല്ലേ, അതിനുള്ള ആ സാങ്ഷനും ആ ഒരു ആഗ്രഹവും ഇതെല്ലാം എവിടുന്നാണ് ആദ്യം വരുന്നത്? മനസ്സാണ്. അപ്പൊ മനസ്സ് പറയുന്നു എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം. ഉടനെ ആ ഇൻസ്ട്രക്ഷൻ മനസ്സിൽ നിന്ന് നമ്മുടെ ലിംസ്, അപ്പൊ കാല്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകാൻ കാലുകൾ ആവശ്യം അല്ലെ. അപ്പോൾ ഉടനെ നമ്മൾ നടക്കാൻ തുടങ്ങുന്നു ഇന്ന സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക്. മനസ്സ് പറയുന്നു ആ കപ്പ് അവിടെ നിന്ന് എടുത്ത് ഇവിടെ വെക്കണം. ഉടനെ ഇൻസ്ട്രക്ഷൻ വരുന്നു കയ്യിലേക്ക്, ആ കപ്പ് ആ സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് ഈ സ്ഥലത്ത് വെക്കുന്നു. അതാണ് പറയുന്നത്, the mind after all provides the impetus for the actions of all the bodily limbs. So thinking of Krishna is the basis of devotional service. നമ്മൾ ഭഗവാനെ സ്മരിക്കുന്നത് അതിൻ്റെ ബേസിസ് ആണ്. ഡിവോഷണൽ ഭക്തി സേവനത്തിന്റെ ബേസിസ് ആണ്. പ്രഭാത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബുക്സ് ആർ ദ ബേസിസ്. ബുക്സിൽ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഉണ്ട്, എല്ലാ സിദ്ധാന്തങ്ങളും നമുക്ക് തന്നുണ്ട്. നമ്മുടെ ബേസിസ് എന്താണ്? നമ്മളുടെ സ്പിരിച്വൽ എക്സിസ്റ്റൻസിന്റെ ബേസിസ് എന്താണ്? ബുക്സ് അല്ലേ. സോ ബുക്സ് ആർ ദ ബേസിസ്. യൂട്ടിലിറ്റി ഈസ് ദ പ്രിൻസിപ്പിൾ, പ്യൂരിറ്റി ഈസ് ദ ഫോഴ്സ്, ടീച്ചിങ് ഈസ് ദ എസെൻസ്. ഈ നാലെണ്ണം ആണ് പ്രഭാത് നമുക്ക് തന്നിരിക്കുന്നത്. എന്താണ്? ബുക്സ് ആർ ദ ബേസിസ്. അപ്പൊ നമ്മുടെ എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ജീവിക്കേണ്ടത്? ഇൻസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. പ്രഭാത് ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഭഗവത്ഗീത, ഭാഗവതം, ചൈതന്യ ചരിതാമൃത ഒക്കെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിലെല്ലാ ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. പ്രഭാതര ഭക്തി വേദാന്ത പർപ്പോട്ട് നമ്മൾ വായിച്ചാൽ നമുക്ക് വേറെ ഒരു പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല. ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഫ്രം വേരിയസ് സ്ക്രിപ്റ്റേഴ്സ്. അതിന്ന് പുരാണങ്ങളിൽ നിന്നുണ്ടായിരിക്കും, വേദങ്ങളിൽ നിന്നുണ്ടായിരിക്കും, ഉപനിഷത്തുകൾ ഉണ്ടായിരിക്കും. അപ്പൊ പ്രഭാതര പർപ്പോട്ട് എന്ന് പറഞ്ഞാൽ, ഭക്തി വേദാന്ത പർപ്പോട്ട് പറഞ്ഞാൽ ഇറ്റ്സ് ട്രാൻസെൻഡന്റൽ എക്സ്റ്റസിയാണ്. അപ്പൊ അത് വായിച്ചാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷൻസും കിട്ടും. നമുക്ക് എന്താണ് ആവശ്യം? നമ്മളുടെ ലൈഫിനെ പെർഫെക്റ്റ് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പ്രഭാതന്റെ പർപ്പോട്ടിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതിലും ഇതെന്താ നമുക്ക് വേണ്ടത് അല്ലേ? അപ്പൊ ബുക്സ് ആർ ദ ബേസിസ് ആൻഡ് യൂട്ടിലിറ്റി ഈസ് ദ പ്രിൻസിപ്പിൾ. നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം നമ്മളുടെ പൊസിഷനെ, നമ്മുടെ പൊസിഷനെ, നമ്മുടെ നോളജിനെ ഒക്കെ, ഇതിനൊക്കെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അത് നമ്മുടെ പ്രിൻസിപ്പിളായിട്ട് മാറ്റണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, നമ്മുടെ നാവിനെ, നമ്മുടെ കണ്ണിനെ, ചെവികളെ ഒക്കെ പ്രിൻസിപ്പിൾ, യൂട്ടിലിറ്റി. ഇതൊക്കെ ഇതിന് ഓരോ യൂട്ടിലിറ്റി ഉണ്ട്. പ്രജൽപ്പ പാടില്ല, ഗോസിപ്പ് പാടില്ല, ഗ്രാമ്യകഥ പാടില്ല, ഓക്കെ. ഇതൊക്കെ യൂട്ടിലിറ്റി ആണ്. യൂട്ടിലിറ്റി ഇസ് എ പ്രിൻസിപ്പിൾ. പ്യൂരിറ്റി ഇസ് എ ഫോഴ്സ്.
നമ്മളുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റി, നമ്മളുടെ സ്പിരിച്വൽ പ്യൂരിറ്റി, മെറ്റീരിയൽ അല്ല, സ്പിരിച്വൽ. ആ പ്യൂരിറ്റിയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പ്യൂരിഫൈ ചെയ്യണം? നമ്മുടെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യണം, മന്ത്രം ചെല്ലണം. ഇന്റലക്റ്റിനെ പ്യൂരിഫൈ ചെയ്യണം, സ്വാധ്യായം ചെയ്യണം, അല്ലേ? അതേപോലെ മറ്റുള്ള ഇന്ദ്രിയങ്ങളെ പ്യൂരിഫൈ ചെയ്യണം. അപ്പോൾ അഹങ്കാരത്തിന് നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അങ്ങനെ പ്യൂരിറ്റി ഈസ് എ ഫോഴ്സ്. ആ ഒരു പ്യുവർ ആയിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ എന്ത് പറഞ്ഞാലും ആ ഒരു ശക്തിയോട് കൂടിയിട്ട്, കൺവിക്ഷനോടുകൂടി പറയാനും പറ്റും, അതിനെ മറ്റുള്ളവരെ ട്രാൻസ്ഫോം ചെയ്യാനും പറ്റുള്ളൂ. സോ പ്യൂരിറ്റി ഇസ് എ ഫോഴ്സ്. അപ്പൊ പ്രഭുപാദ് അവിടെ ചെന്നു, ഹിപ്പികളെ അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, അവരെ ഹാപ്പീസ് ആക്കി, ബിക്കോസ് ഓഫ് ഹിസ് പ്യൂരിറ്റി, നോട്ട് ബിക്കോസ് ഓഫ് ഹിസ് ഔട്ട്വേർഡ് അപ്പിയറൻസ്, external look, not because of his language, because of his purity. Purity is a force. Preaching is the essence. അതിന്റെ സത്ത്, അതിന്റെ സാരം എന്താണ് പ്രീച്ചിങ്? നമ്മളിത് മനസ്സിലാക്കി ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, നോട്ട് ജസ്റ്റ് ബൈ സ്പീക്കിംഗ്. പ്രീച്ചിങ് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നു പ്രീച്ചിങ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. അല്ല, പ്രീച്ചിങ് ക്യാൻ ബി ഡൺ ത്രൂ വേരിയസ് മീൻസ്. സംസാരിക്കാണ്ട് നമുക്ക് പ്രീച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ? അത് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മളുടെ ആചരണത്തിൽ കൂടെ, നമ്മളുടെ ബിഹേവിയറിൽ, സ്വഭാവത്തിലൂടെ, നമ്മളുടെ ശീലത്തിലൂടെ. അല്ലെ? കുറെ ഡിവോട്ടീസിന് എക്സ്പീരിയൻസ് ഉണ്ട്. ഇനീഷ്യലി വീട്ടിലെ കുട്ടികളാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ അച്ഛനമ്മമാരുടെ നിന്ന് സപ്പോർട്ട് ഉണ്ടാവില്ല, അവരെതിർക്കും. ഭാര്യയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭർത്താവ് എതിർക്കും, ഭർത്താവ് ചെയ്താൽ ഭാര്യ എതിർക്കും. കൃഷ്ണ കോൺഷ്യസ് പിന്നെ ഓരോ പീരിയഡ് ഓഫ് ടൈം അവരുടെ ടോളറൻസും അവരുടെ പേഷ്യൻസും അവരുടെ നല്ല ബിഹേവിയറും കണ്ട് മറ്റുള്ള മെമ്പേഴ്സ് ഓട്ടോമാറ്റിക്കലി അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും, അവർ ഫോളോ ചെയ്യാൻ തുടങ്ങും. എത്രയോ കേസസ് ഉണ്ട് അല്ലേ? ഡിവോട്ടീസ് അവരുടെ എക്സ്പീരിയൻസ്, റിയലൈസേഷൻ പറയാറുണ്ട്. തുടങ്ങിയ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു പ്രഭു. ഭർത്താവ് സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഭാര്യ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അച്ഛനമ്മ സമ്മതിക്കില്ല. ഇതാണോ നിങ്ങളുടെ ഏജ് സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇതൊക്കെ 60-70 വയസ്സ് കഴിയുമ്പോൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരുപാട് ചില ആൾക്കാര് ടോട്ടലി എഗെയിൻസ്റ്റ്, നിരീശ്വരവാദികള്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എത്രയോ മാറിയിട്ടുണ്ട് നമ്മളുടെ, അതായത് ഡിവോട്ടീസിന്റെ ആചരണം കാരണം, അവരുടെ പേഷ്യൻസും ടോളറൻസും അവരുടെ നല്ല ശീലങ്ങളും കണ്ട് അവര് പരിവർത്തനപ്പെട്ടിട്ടുണ്ട്, ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. അപ്പോൾ പ്രീച്ചിങ് ഇസ് ദ എസെൻസ്. അപ്പോൾ വെറും പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല, നമ്മളുടെ ആചരണത്തിൽ കൂടെ നമുക്ക് മറ്റുള്ളവരെ മാറ്റിയെടുക്കാൻ പറ്റും. So as the Lord instructs in Bhagavad Gita 9.34, Man mana bhav mad bhakto madhyaji mam namaskaru mam evashi satyam te pradijane priyosimi. Think of me and become my devotee. Okay, 4 instruction. Man mana, എപ്പോഴും എന്നെ സ്മരിക്കുക. ഭാവ മത് ഭക്തോ, എൻ്റെ ഡിവോട്ടി ആവുക. മധ്യാജി, എന്നെ വർഷിപ്പ് ചെയ്യുക. നമസ്കുരു, എന്നെ നമസ്കരിക്കുക. ഈ 4 ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്താൽ മതി. ഈ ഇൻസ്ട്രക്ഷൻസ് ആണ് വീണ്ടും 18.66 or 65, ഏതാ 66 അതുകൊണ്ട് അല്ലേ? ഇതിൽ സെയിം ഇൻസ്ട്രക്ഷൻസ് സെയിം ശ്ലോകം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും എംഫസൈസ് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. മന്മനാ ഭൗമത് ഭക്തോ അധ്യാജി മാം നമസ്കുരു. തിങ്ക് ഓഫ് മീ ആൻഡ് ബിക്കം മൈ ഡിവോട്ടി. The mind fixed in chanting and praying to Krishna will change the heart, which will transform the conditioned soul into a pure devotee. അപ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും ഭഗവത് നാമം ജപിക്കുന്നു, ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. അങ്ങനത്തെ മനസ്സ് തീർച്ചയായിട്ടും അതിന് പ്യൂരിഫിക്കേഷൻ സംഭവിക്കുന്നു, ശുദ്ധീകരണം സംഭവിക്കുന്നു. അങ്ങനെ ഒരു ശുദ്ധ ഭക്തനായിട്ട് നമ്മൾ മാറുന്നു. A pure devotee, therefore, is one whose body, mind and words are all merged in devoted service to Krishna with no room for illusion. അപ്പൊ നമ്മളുടെ BMW, നമുക്ക് എല്ലാവർക്കും BMW ഉണ്ട് അല്ലേ? എല്ലാവർക്കും ഇല്ലേ BMW? എന്താണ് BMW? മനസ്സിലായില്ലേ BMW എന്താണെന്ന്? ബോഡി, മൈൻഡ് ആൻഡ് വേർഡ്സ്, അതാണ് BMW. അത് ഈ 3 ഫാക്കൽറ്റീസും നമ്മളെ എന്തിനു ഉപയോഗിക്കണം? ഭഗവാന്റെ സേവനത്തിന്.
whose body, mind and words are all merged devoted service to Krishna. ഭഗവാന്റെ സേവനത്തിൽ അതിൽ ലയിക്കണം, നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ ലയിക്കണം. വിത്ത് നോ റൂം ഫോർ ഇല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു മായ ലോകത്തിൽ ജീവിക്കേണ്ടി വരില്ല, മായയുടെ അധീനത്തിൽ നമ്മൾ വരില്ല. വി വിൽ നോട്ട് ബി സബ്ജുഗേറ്റഡ് ബൈ മായ. വി വിൽ നോട്ട് കം അണ്ടർ ദ ക്ലച്ചസ് ഓഫ് മായ എന്നാണ് കുലശേഖര ആൾവാർ ഈ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ സേവനത്തിൽ അർപ്പിക്കുക, ഒരു ശുദ്ധ ഭക്തനായിട്ട് ഭഗവത് ധാമിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരാണ് ഈ ശ്ലോകത്തിലൂടെ. ഹരേ കൃഷ്ണ. ഹരി ഓം തത്സത്. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो. अनंत कोटि वैष्णव की जय, प्रभुपाद की जय, गुरु महाराज की जय. जय गो प्रेमानंदे. हरि हरि बोल.